നമസ്കാരം. പല ഭൂഖണ്ഡങ്ങളിലേക്കോ ലോകമാസകലമോ പടർന്നു പിടിക്കുന്ന തരം വ്യാപക പകർച്ചവ്യാധികളെയാണ് വൈദ്യശാസ്ത്രത്തിൽ മഹാമാരി എന്ന് വിളിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിലെ എല്ലാം എന്നർത്ഥം വരുന്ന പാൻ, ജനത എന്നർത്ഥം വരുന്ന ഡിമോസ് എന്നീ വാക്കുകളിൽ നിന്നാണ് പാൻഡമിക് എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. ലോകവ്യാപകമായി നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഓരോ വർഷവും രോഗബാധിതരാകുന്ന ആളുകളുടെ കണക്കിൽ വലിയ വ്യതിയാനം വരാത്ത അസുഖങ്ങൾ മഹാമാരി എന്ന ഗണത്തിൽ പെടില്ല. കാലികമായി വരുന്ന ജലദോഷബാധ പാൻഡമിക്കിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കോവിഡ് മഹാമാരിയും ലോക്ക്ഡൗൺ കാലഘട്ടത്തിനും സാക്ഷികളായവരാണ് നമ്മളെല്ലാവരും. ആധുനിക വൈദ്യശാസ്ത്രം വികസിച്ച ഇക്കാലത്ത് ഒരു പരിധിവരെയെങ്കിലും ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടാൽ നമുക്ക് പ്രതിരോധിക്കുവാൻ മാർഗങ്ങൾ സ്വീകരിക്കാം. എന്നാൽ അതിനു മുൻപോ 3 ദശാബ്ദം നീണ്ടുനിന്ന 25 ദശലക്ഷം പേരെ കൊന്നൊടുക്കിയ ഒരു മഹാമാരി, അതായിരുന്നു പ്ലേഗ്. ആ മഹാമാരിയുടെ ഓരോ കുതിച്ചുചാട്ടവും നൂറുകണക്കിനല്ല ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാണ് അപഹരിച്ചത്. തടുക്കുവാൻ കഴിയാതിരുന്ന ആ മഹാമാരി ഒരു കാട്ടുതീ കണക്കെ പടർന്നു പിടിച്ചു. എന്നാൽ അത്തരമൊരു മഹാമാരിയെ നേരിടാൻ ആവശ്യമായിരുന്ന സജ്ജീകരണങ്ങളൊന്നും അന്നത്തെ കാലത്ത് ഡോക്ടർമാർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരെല്ലാം ചികിത്സിക്കുവാൻ വിസമ്മതിച്ച് രോഗികളിൽ നിന്ന് അകന്നു നിന്നു. അന്ന് ശാസ്ത്രം ഇത്രയ്ക്ക് പുരോഗമിച്ചിട്ടില്ല. രോഗാണു സിദ്ധാന്തത്തെയും ബാക്ടീരിയയും കുറിച്ച് മനസ്സിലാക്കാതെ ഡോക്ടർമാർ രോഗികളെ ചികിത്സിക്കുന്നതിനും അണുബാധ ഒഴിവാക്കുന്നതിനും അന്ധവിശ്വാസത്തിനെയും പൂർവ്വകാല തെളിവുകളെയും ആശ്രയിച്ചു. അങ്ങനെയാണ് പ്ലേഗിന് ചികിത്സിക്കാൻ നിയോഗിച്ച ഡോക്ടർമാർ പ്ലേഗ് വസ്ത്രം ധരിക്കുവാൻ ആരംഭിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിലെ ഭയാനകമായ നിരവധി തൊഴിലുകളിൽ ഒന്നായിരുന്നു വൈദ്യ സേവനം. രോഗികളെ ചികിത്സിക്കുവാൻ അവർക്ക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. യൂറോപ്പിലെ വിവിധ പട്ടണങ്ങളിൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവർക്ക് ഒരുപാട് യാത്രകൾ ആവശ്യമായി വന്നു. സൂക്ഷ്മാണുക്കളെയും ആൻറ്റിബയോട്ടിക്കുകളെയും കുറിച്ച് അറിവില്ലാത്ത ആ കാലത്ത് രോഗികളുടെ മരണനിരക്ക് കൂടി വന്നു. എപ്പോൾ വേണമെങ്കിലും അണുബാധയോ മരണമോ ഡോക്ടർമാരെ കീഴ്പ്പെടുത്താമെന്ന അവസ്ഥയായി. മരിക്കുന്നവരെ നിരീക്ഷിക്കുന്നതിന് പുറമെ പ്ലേഗ് ഡോക്ടർമാർക്ക് ചിലപ്പോൾ പോസ്റ്റ്മോർട്ടങ്ങളിൽ പങ്കെടുക്കേണ്ടതായും വന്നു. രോഗികളെ സുഖപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ സമയം പോസ്റ്റ്മോർട്ടങ്ങളിലും കണക്കുകൾ ശേഖരിക്കുന്നതിനുമായി അവർ ചെലവിട്ടു. അവർ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെട്ടവരായിരുന്നു. എങ്കിലും സമൂഹം അവരെ ഒറ്റപ്പെടുത്തി. തികഞ്ഞ ഏകാന്തതയിൽ അവർക്ക് കഴിയേണ്ടി വന്നു. ഫ്രഞ്ച് വൈദ്യനായ ചാൾസ് ഡി എൽ ഓർം ഒടുവിൽ പ്ലേഗ് ഡോക്ടർമാർക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഒരു വസ്ത്രം തയ്യാറാക്കി. എന്നാൽ അത് കാണാൻ വളരെ വിചിത്രവും ധരിക്കുവാൻ പ്രയാസമേറിയതുമായിരുന്നു. കൊഴുപ്പോ അല്ലെങ്കിൽ മെഴുകോ ഉപയോഗിച്ചാണ് അതിൻ്റെ പുറംഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. അതിന് താഴെ ലെതർ ഷർട്ടും പാൻറ്റും ബൂട്ടും അവർ ധരിച്ചു. തല ലെതർ കൊണ്ടുള്ള മുഖംമൂടി ഉപയോഗിച്ച് മറച്ചു. പക്ഷികളുടേതുപോലുള്ള കൊക്കുകൾ ഡോക്ടർമാരുടെ വായ മൂടുന്നതിന് ഉപയോഗിച്ചു. ഡോക്ടർമാർ കണ്ണുകളെ സംരക്ഷിക്കുന്നതിനായി കണ്ണട ധരിച്ചു. ഇതിനെല്ലാം പുറമെ അവർ ഒരു വടിയും കൊണ്ടാണ് നടന്നിരുന്നത്. എല്ലാം കൂടി അവരുടെ വസ്ത്രധാരണം കണ്ടാൽ ഏതോ പ്രേത സിനിമയിലെ കഥാപാത്രത്തെ ഓർമ്മിപ്പിച്ചു. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും രോഗത്തെ തടുക്കുവാൻ അവർക്കായില്ല. വിഷവായു വഴിയാണ് ഇത് പടരുന്നത് എന്ന് അവർ വിശ്വസിച്ചു. ഈ ദുഷിച്ച വായുവിനെ തടഞ്ഞു നിർത്താൻ അവർ കൊക്കുകളിൽ ഔഷധ സസ്യങ്ങളുടെ ഒരു കൂട്ട് നിറച്ചു. 1/2 അടി നീളമുള്ള കൊക്കിൻ്റെ 2 ദ്വാരങ്ങളിലായി ഈ കൂട്ട് അവർ നിറച്ചു. 55-ലധികം ഔഷധ സസ്യങ്ങളുടെ ഈ കൂട്ടിൽ കറുവപ്പട്ട, തേൻ എന്നിവ ഉൾപ്പെടുന്നു. ചില ഫ്രഞ്ച് പ്ലേഗ് ഡോക്ടർമാർ ഈ കൂട്ടിന് തീ കൊളുത്തി കൊക്കിനുള്ളിൽ പുക പുറപ്പെടുവിച്ചു. ഈ പുക വായുവിൽ ഉണ്ടാകുന്ന ദുഷിപ്പ് ഇല്ലാതാക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ രോഗത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിക്കാതിരുന്ന ആ കാലത്ത് രോഗബാധിതർക്ക് ഫലപ്രദമായ ചികിത്സ നൽകുവാൻ കഴിയാതെ അവരുടെ വിശാലമായ വസ്ത്രങ്ങൾ പലപ്പോഴും ഉപയോഗശൂന്യമായി തീർന്നു. അവർ ആ രോഗത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടില്ല. എന്നിരുന്നാലും കൊക്ക് മുഖംമൂടി ഇപ്പോഴും ബ്ലാക്ക് ഡെത്തിൻ്റെ അല്ലെങ്കിൽ പ്ലേഗിൻ്റെ ഒരു പ്രതീകമായി കണക്കാക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.